ഹൈ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതായിട്ട് നമ്മൾ കാലിക്കറ്റ് സീരീസിൽ നിന്നൊന്നും മാറ്റി പിടിച്ചേക്കാണ്. വീഡിയോ കഴിഞ്ഞിട്ടില്ല, കാലിക്കറ്റ് സീരീസ് നമുക്ക് നെക്സ്റ്റ് ചെയ്തിട്ട് വീണ്ടും വരും. അപ്പോൾ ഇന്ന് നമ്മൾ ചെറുതായിട്ടൊന്ന് ചെറിയൊരു ഫുഡ് വ്ളോഗാണ്. അപ്പോൾ ഞാൻ പോയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ തോപ്പുംപടിയിലുള്ള ബാംഗ്ലൂർ ജ്യൂസിയിലാണ്. സോ ഞാൻ പോയി അവിടെ ചെന്നപ്പോൾ തന്നെ നേരെ അവിടെ സ്ട്രോബെറി ഫെസ്റ്റോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു സംഭവം നടക്കുന്നുണ്ട്. അപ്പോൾ മൊത്തം സ്ട്രോബെറി മയാണ് അവിടെ. ഞാനങ്ങനെ ഒരു സ്ട്രോബെറി മൽബ പറഞ്ഞു. എൻ്റെ മോനെ ഒരു രക്ഷയില്ല. ഇവിടുത്തെ ആക്ച്വലി മൽബ ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ മിക്കവാറും ഇവിടുത്തെ മാംഗോ മൽബയോ ആപ്പിൾ മൽബയോ ട്രൈ ചെയ്യാറുള്ളതാണ്. അപ്പോൾ ഇത്തവണ സ്ട്രോബെറി സീസൺ ആയതുകൊണ്ടിട്ട് സ്ട്രോബെറി മൽബ പറഞ്ഞു. ഒരു രക്ഷയില്ലായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു. നല്ല എന്താ പറയാന്നറിയില്ല, അത്രയും ടേസ്റ്റായിരുന്നു. പിന്നെ ഞാൻ മെനുവിൻ്റെ വേറൊരു ഐറ്റം കണ്ട്, സ്ട്രോബെറി ന്യൂട്ടല്ല എന്ന് പറഞ്ഞിട്ട്. അത് ആക്ച്വലി എക്സ്പെക്റ്റേഷൻ വേഴ്സസ് റിയാലിറ്റി എന്നുള്ളൊരു ഇതായിരുന്നു. ആ ഫോട്ടോ കൊടുത്തേക്കുന്നത് ഭയങ്കര രസമുണ്ടായി കാണാനായിട്ടൊക്കെ. പക്ഷേ അയ്യോ, ഒരു കാശിനും കൊള്ളില്ലായിരുന്നു. എനിക്ക് തീരെ ഇഷ്ടമായില്ല. അങ്ങനെ പിന്നെ 150 റുപ്പീസും ആണിത്. പിന്നെ പൈസ കൊടുത്തല്ലേന്ന് ഓർത്തിട്ട് മാത്രം ഞാനതിരുന്ന് മൊത്തം കഴിച്ച്. ഇത് ആക്ച്വലി ഒരു ക്രീമി ടെക്സ്ചറാണ്, മേലിലൊരു വിപ്പിംഗ് ക്രീമൊക്കെയാണ് കേട്ടോ അതിനകത്ത്. ന്യൂട്രലെല്ലാം മിക്സ് ചെയ്തൊരു ക്രീം പോലെ. എനിക്കത് എന്തോ ഭയങ്കരമായിട്ട് തീരെ ഇഷ്ടമായില്ല. സോ ഞാനത് അവരോട് തന്നെ പറയുകയും ചെയ്തു. അപ്പോൾ അവരും പറഞ്ഞത് അത്രത്തോളം മൂവിങ് ഉള്ള ഒരു ഐറ്റം അല്ലെന്നുള്ള രീതിക്ക് എൻ്റെ അടുത്ത് പറഞ്ഞത്. പിന്നെ അവിടുത്തെ ഒരു സ്പെഷ്യലായിട്ടാണ് അവിടുത്തെ ചില്ലി സോഡ. അത് ആക്ച്വലി ജ്യൂസിൽ പോയാൽ കുടിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ ആക്ച്വലി അവിടെ നിന്ന് ചില്ലി സോഡയും കഴിച്ച്, എന്നിട്ട് നേരെ അവിടെ നിന്ന് ഞാൻ ഇറങ്ങി. സോ നമ്മുടെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തോപ്പുംപടി പാരി ജംഗ്ഷൻ്റെ അടുത്ത് KSFയുടെ തൊട്ടപ്പുറത്താണുള്ള ബാംഗ്ലൂർ ജ്യൂസി. അപ്പോൾ ഓക്കെ, ബായ്.